വീണ്ടും ട്രംപ് സംഘർഷം അവസാനിപ്പിക്കാനായി 15 നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ വെച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. ഇറാന് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചാൽ മതിയെന്നാണ് ട്രംപിൻ്റെ വാചകമടി. പക്ഷെ നമുക്കറിയാം ഇറാൻ ഇതുവരെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ആരാണോ യുദ്ധം തുടങ്ങിയത് അവർ അവസാനിപ്പിക്കട്ടെ എന്നാണ് ഇറാൻ്റെ ഒഫീഷ്യലായുള്ള പ്രതികരണം പുറത്തു വന്നത്. US-ഉമായി ഒരു ചർച്ചയും നേരിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇറാൻ ഔദ്യോഗികമായി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ ബുദ്ധിപൂർവ്വമാണ് സംസാരിക്കുന്നതെന്നും ഇനിയൊരിക്കലും ആണവായുധ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ലെന്ന് അവർ പറഞ്ഞുവെന്നും മറ്റുമാണ് ട്രംപ് പറയുന്നത്. പക്ഷെ അതിലൊന്നും സ്ഥിരീകരണമില്ല. ആരുമായി ചർച്ച നടത്തിയെന്ന കാര്യമൊന്നും ട്രംപ് വ്യക്തമാക്കാത്ത പശ്ചാത്തലമുണ്ട്. ഇറാന് മേൽ US ആധിപത്യം നേടിക്കഴിഞ്ഞുവെന്നും US-ന് ഇപ്പോൾ ഇറാനെ എന്തും ചെയ്യാനാകുമെന്നുമൊക്കെയാണ് ട്രംപിൻ്റെ വാചകമടി. അതേസമയം സ്റ്റീവ് വിറ്റ്കോഫ്, ഈ സമാധാന ചർച്ചകളുടെ പ്രതിനിധികൾ ജെർഡ് കുഷ്നർ എന്നിവരുമായി ഇറാൻ സമാധാന ചർച്ച നടത്തി എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇറാന് മറ്റ് ലോക നേതാക്കളൊന്നുമില്ല, അവരൊക്കെ മരിച്ചു. ആരാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് എന്ന് പോലും ഇറാൻ അറിയില്ല എന്നും ഇറാനെ കളിയാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിൽ ഈ 15 നിർദ്ദേശങ്ങൾ അത് ഇറാൻ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. അതിലൊന്ന് 3 ആണവ പദ്ധതികളും നിർജ്ജീവമാക്കുക, ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ പദ്ധതികൾ ഉപേക്ഷിക്കുക, മേഖലയിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കുക, മറ്റൊന്ന് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുക. ഇത്തരത്തിലുള്ള 15ഓളം നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ വെക്കുകയാണ്. ഇറാൻ ഇത് അനുസരിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വിനോദ്, ഇതുവരെ ഇത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടോ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അവർ ആക്രമണം തുടരുകയാണ്. തീർച്ചയായും രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അതിനൊരു കാരണമാക്കി ഇസ്രയേലും അമേരിക്കയും പറഞ്ഞത് തന്നെ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടമെന്നാണ്. നമുക്കറിയാം, ഒമാൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുകയും ഒമാൻ ഔദ്യോഗികമായി ഇത് സമാധാനപരമായി തീരും എന്ന ഒരു ഔദ്യോഗികമായ വാർത്താക്കുറിപ്പൊക്കെ ഇറക്കിയതിന് തൊട്ട് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാന് നേർക്ക് ആക്രമണം ഉണ്ടായത്. അത് തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്ന ഒരു വ്യാഖ്യാനത്തോടെയായിരുന്നു ആക്രമണം തുടങ്ങിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഈ പലസ്തീനിലെ സംഘർഷ സാഹചര്യങ്ങൾ തന്നെയാണ്. അവിടെ ഹമാസിന് ഇറാൻ ഫണ്ട് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു ആരോപണമായി പറയുന്നത്. മറ്റൊന്ന്, ലെബനനിൽ ഉൾപ്പെടെ ഈ ഹൂതികൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ ശക്തികൾക്ക് ഇറാൻ ഫണ്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളുടെ സ്ഥിരത, സാമ്പത്തിക സ്ഥിരത തകർക്കുന്നതിന്, അവിടുത്തെ രാഷ്ട്രീയ സ്ഥിരത തകർക്കുന്നതിന്, പലതരത്തിലുള്ള അസ്ഥിരതകൾ സൃഷ്ടിക്കുന്നതിന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടാകുന്നു എന്ന ആക്ഷേപം, ഇതിന് സഖ്യരാജ്യങ്ങളുടെ പരാതികളും തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കയും ഇസ്രായേലും പറയുന്നു. സഖ്യരാജ്യങ്ങൾ എന്നത് മിഡിൽ ഈസ്റ്റിലെ തന്നെ മറ്റ് ഇസ്ലാം രാജ്യങ്ങളാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഭീഷണിയുണ്ട് എന്നുള്ള പരാതികൾ വരുന്നു.